പോലെ സ്വാഗതം പറയുന്ന, മഴ പോലെ തണുപ്പിക്കുന്ന, കാറ്റുപോലെ സ്വാന്തനിപ്പിക്കുന്ന മറ്റെന്തുണ്ട് ഈ ലോകത്ത്? പ്രകൃതിയിൽ നിന്ന് പഠിക്കേണ്ടത് ഈ ഊഷ്മളഭാവങ്ങൾ കൂടിയാണ്. നല്ല വാർത്തയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശറികളുടെ ലോകത്തെ ഏറ്റവും വലിയ ശേഖരമാണ് പത്മഭൂഷൺ ജേതാവ് കൂടിയായ ജതിൻ ദാസിൻ്റേത്. 2 രൂപ മുതൽ 2 മില്യൺ വരെ വിലയുള്ളവ. പങ്കാവാലയുടെ കഥ പറഞ്ഞ് ലോകം മുഴുവൻ ചുറ്റുകയാണ് തന്റെ വിശറികളുമായി ജതിൻ. ഒരു സമ്മാനത്തിന് നിങ്ങളെ പ്രണയിപ്പിക്കാൻ കഴിയുമോ? അതും കാൽപ്പനികതയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു വിശറിക്ക് 40 വർഷത്തെ ജീവിതം കൊണ്ട് ജതിൻ ദാസ് അത് തെളിയിക്കുന്നു. സുഹൃത്ത് സമ്മാനിച്ച ഒരു കൈവിശറിയിൽ തുടങ്ങിയതാണ് ഈ കൗതുകം. ലോകം മുഴുവൻ ആ കൗതുകവും പേറി യാത്ര ചെയ്തു ജതിൻ ദാസ്. ഒടുക്കം 8000 വിശറികളുടെ ശേഖരവുമായി പുതിയ തലമുറയോട് അയാൾ സംവദിക്കുന്നു. അവർക്ക് പങ്കാവാലകളുടെ കഥകൾ പറഞ്ഞുകൊടുക്കുന്നു. മലയാളം കുറച്ചൊക്കെ അറിയാം ഈ ഒഡീഷക്കാരന്. ജതിൻ ദാസിനെ മറ്റൊരു തരത്തിലും പരിചയപ്പെടുത്താം. പത്മഭൂഷൺ ജേതാവ്, നടിയും സിനിമാ നിർമ്മാതാവുമായ നന്ദിത ദാസിന്റെ അച്ഛൻ. ലോകപ്രശസ്തമായ നിരവധി ഗാലറികളിലെ വിജയകരമായ പ്രദർശനങ്ങൾക്ക് ശേഷം ഡൽഹിയിലെത്തിയ ജതിൻ ദാസ് തന്റെ വിശറികളുടെ ശേഖരം പൊതുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നു. വിശറികൾ ഓരോ രാജ്യത്തിന്റെയും സംസ്കാരത്തിലേക്കുള്ള വാതായനമാണെന്ന് ജതിൻ ദാസ് പറയുന്നു. Pankhas are made in all tropical countries, whether Egypt, Africa, Mexico, Spain, of course Southeast India, Southeast Asia and Far East. That's the Pankha culture. And quite often in our country we think, since the invention of electricity, where will there be fan? We have no poetry left in our country. There is electricity in China, Japan, Korea, but they make fans. There are fan makers for 5-10 generations. There's a fan culture, there's a fan language that's much more sophisticated and complex. A lady holds a fan and say, I want you to go, I want you to come and not today, etc. There are different kinds of fan culture. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സിൽ ഒരുക്കിയിരിക്കുന്ന പങ്ക പ്രദർശനം കാണാനെത്തുന്നവർ ഏറെയാണ്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ മുതൽ ചരിത്രാധ്യാപകർ വരെ വിശറികളെപ്പറ്റി കൗതുകത്തോടെ പഠിക്കാനെത്തുന്നു. Such type of exhibitions attract the youth. They have to know what is the tradition of the fans, what are the craftsmen, what type of the fans they have made. So they have to know it, they have to interact about these collections. ദാസിന്റെ പങ്കകൾ മനോഹരമാണ്. ഒഡീഷയിലെ പുരിയിലുള്ള സന്യാസിമഠത്തിലെ ബാബമാരുടെ പനി ഉപയോഗിച്ചുണ്ടാക്കിയ കൂറ്റൻ വിശറിയിൽ നിന്നാണ് പ്രദർശനം ആരംഭിക്കുന്നത്. ഓരോ വിശറിയും ചരിത്രത്തിന്റെ ഏടുകളാണ്. കടന്നുപോയ കാലത്തെ കാറ്റുപോലെ കെട്ടിവച്ചിട്ടുണ്ട് ഈ വിശറികളിൽ, ഒരൊറ്റ നിമിഷത്തിൽ കെട്ടഴിച്ചുവിടാൻ പാകത്തിൽ. ഇലക്ട്രിസിറ്റി എത്തും മുമ്പേ വലിയ പങ്കുകൾ കൈകൊണ്ട് വലിച്ചാട്ടി ഉപജീവനം നടത്തിയ പങ്കാവാലകളുടെ കഥയും പങ്കാ പ്രദർശനത്തിൽ ചുരുളി വരുന്നു. മുർഷിദാബാദിലെ നവാബിന്റെ കൊട്ടാരത്തിൽ, ബോംബെയിലെ ബ്രിട്ടീഷ് കോടതിയിൽ, കൽക്കത്തയിലെ കോളേജിലെ അധ്യാപകരുടെ മുറിയിൽ കാറ്റുവിതച്ച് കയ്യിൽ തഴമ്പു മാത്രം ബാക്കിയായി കടന്നുപോയവർ പങ്കാവാലകൾ. പനയും ഓലയും ഉപയോഗിച്ച് കൈവിശറുകൾ ഉണ്ടാക്കി ഉപജീവനം നടത്തുന്നവർ ഇന്നുമുള്ള ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ബംഗാളിലെയും തമിഴ്നാട്ടിലെയും ഗ്രാമങ്ങളിലേക്കുള്ള ജതിൻ ദാസിന്റെ യാത്രകൾ വെറുതെയായിരുന്നില്ല.
അവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച വിശറികളിൽ ഇന്ത്യൻ ഗ്രാമീണരുടെ അധ്വാനം പ്രതിഫലിക്കുന്നു. സംരക്ഷിക്കാൻ ആരുമില്ലാത്ത ആ കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള വിപണി കണ്ടെത്തുകയാണ് ജതിൻ ദാസിന്റെ JD സെന്റർ ഫോർ ആർട്സ്. ജതിന്റെ പ്രദർശനങ്ങളും ആ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ്. ഹാത്ത് പങ്കാസ് ഓഫ് ബംഗാളിൽ നിന്ന് തുടങ്ങി കൊച്ചി ഡച്ച് പള്ളിയിലെ പുരാതന പങ്കിയുടെ വരെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ജതിൻ ദാസിനെ തേടി ദിനംപ്രതി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും എത്തുന്നു. और बहुत मज़ा आया इसको बनाने में, क्योंकि इसमें बहुत चीज़ें अलग अलग चीज़ों से हमने बनाया है इसे, और ये बहुत दिखने में डिफरेंस भी लगता है, और सबने अपना अपना इमेजिन से बनाया है. അവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് കിട്ടി. പലതരത്തിലുള്ള പങ്കുകളൊക്കെ കാണാൻ കഴിഞ്ഞതുപോലെ പലതരത്തിലുള്ള കൈവിശറികൾ അത് ഇവർക്കതൊന്നും അറിയ പോലും ഇല്ല. പല കുട്ടികൾക്കൊന്നും അറിയ പോലും ഇല്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ അവർ ഒത്തിരി എക്സൈറ്റ് ആയിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നു വീട്ടിൽ ചെന്നിട്ട് ഇനി അവരൊക്കെ അവരുടേതായ ഡിസൈനിൽ ഉണ്ടാക്കി അവരുടെ ബാക്കിയുള്ള സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും ഒക്കെ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലോകമെമ്പാടും പങ്കാ പ്രദർശനത്തിന് വമ്പിച്ച വരവേൽപ്പാണ് ലഭിച്ചത്. സൂറിച്ചിലെ റീഡ്ബർഗ് മ്യൂസിയം, ലണ്ടൻ ഫാൻ മ്യൂസിയം, മനില നാഷണൽ മ്യൂസിയം, USA കെനഡി സെന്റർ എന്നിവിടങ്ങളിലടക്കം പ്രദർശനം പ്രശംസ പിടിച്ചുപറ്റി. ഫാൻ മ്യൂസിയം എന്ന ആശയം ഇന്ത്യയിലും നടപ്പാക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. I'm proposing to the government they should do a fan museum, then I'll donate the collection to the nation. I have more than 8,500 fans. All the paintings that you are seeing there, I have about 3,000 paintings and miniatures and pitchwai on fan making. വിശറികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ സർക്കാർ ഇടം കൊടുക്കുകയാണെങ്കിൽ ഒരായുഷ്കാലം കൊണ്ട് താൻ ശേഖരിച്ച വിശറികളെല്ലാം സർക്കാരിന് കൈമാറുമെന്ന് ജതിൻ ദാസ് പറയുന്നു. വരും തലമുറ വിശറികളുടെ കഥ ചൊല്ലുന്ന നല്ല നാളെയാണ് ഇദ്ദേഹത്തിന്റെ സ്വപ്നം. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ ഗ്രാമമാകാനൊരുങ്ങുകയാണ് കോഴിക്കോട്ടെ മാവൂർ. ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ക്ലാസുകൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മാവൂരിലെ 7 മുതൽ 70 വയസ്സുവരെ പ്രായമുള്ളവർ ഇവിടെ വിദ്യാർത്ഥികളാണ്. ബിർളയുടെ ഗ്രാസിം ഫാക്ടറിയിലൂടെ കേരളത്തിലെ ആദ്യ വ്യവസായ മുന്നേറ്റത്തിന് വിളനിലമായ സ്ഥലമാണ് മാവൂർ. ഇപ്പോൾ കേരളം ഇതുവരെ കാണാത്ത ഇംഗ്ലീഷ് സാക്ഷരതാ മുന്നേറ്റത്തിന് തുടക്കമിടുകയാണ് ഈ സ്ഥലം. ഉച്ചകഴിഞ്ഞാൽ ഇവരെല്ലാം വിദ്യാർത്ഥികളാകും. മാവൂർ പഞ്ചായത്തിലെ 18 വാർഡുകളിലും വിദ്യാർത്ഥികളുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകർ ഓരോരുത്തരെയും ഇംഗ്ലീഷ് അക്ഷരമാലയുടെ പിരിയൻ ഗോവണികളിലൂടെ കൈപിടിച്ചു നടത്തും. ഏഴ് വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർ ക്ലാസ്സിലുണ്ട്. 70 വയസ്സുള്ള മുത്താച്ചിയമ്മയ്ക്ക് 17കാരേക്കാൾ ഉത്സാഹമാണ് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കാൻ. ഞാൻ കുന്നുമാലിയൊക്കെ ഇറങ്ങി മാട്ടാപ്പാറൊക്കെ ഇറങ്ങി പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ മുകളിൽ വരിക. ഇംഗ്ലീഷ് പഠിച്ചു, മലയാളം പഠിച്ചു, അങ്ങനെയൊക്കെ കെട്ടിട്ടാണ് വരുന്നത്. അത് തീരുമാനത്തിലെത്തും. അപ്പം നമ്മൾ കിളിക്കൂടിന് ഇംഗ്ലീഷ് എന്താ പറയാ? പഠനം പാതിയിൽ നിർത്തി കുടുംബജീവിതത്തിലേക്ക് കടന്നവർക്ക് ഇതൊരവസരമാണ്. ഇംഗ്ലീഷ് പഠിക്കാം, ഒപ്പം സ്കൂൾ ജീവിതം തിരിച്ചു പിടിക്കാം. ആ സമയമാകുമ്പോൾ എങ്ങനെയായാലും നമ്മൾ മറ്റെല്ലാ ഇതും മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വരാനുള്ള സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അത്രയും നല്ലതാണ്. പഴയ ആ കാലത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്കൂളിൽ പോയ അതേ ഇതോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. 6 ദിവസത്തെ മുഴുനീള പരിശീലനം കിട്ടിയ അധ്യാപകരാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷിൽ എന്താ പറയാന്നറിയോ? ഇലിറ്ററേറ്റ് ആൻഡ് ലിറ്ററേറ്റ് എന്ന 2 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നും അറിയാത്തവരെ ഞങ്ങൾ ABCD പഠിപ്പിക്കും, പേരെഴുതാൻ പഠിപ്പിക്കും, 10 വേർഡ്സ് എഴുതാൻ പഠിപ്പിക്കും. 10 വേർഡ്സിൽ കൂടുതൽ ഇപ്പോൾ അവർ പഠിച്ചു കഴിഞ്ഞു. ഒരു 50 വേർഡ്സോളം അവർ ഒറ്റയ്ക്ക് പറയും.
പിന്നെ അറിയാവുന്നവരെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിപ്പിക്കും. നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ അവരെ കൊണ്ട് ഏതാണ് ഫ്രൂട്ട്സ്, നമ്മളിപ്പോൾ ഹൂ ആം ഐ പസിൽ എന്ന് പറഞ്ഞിട്ട് ഐ ആം എ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. ജസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ കോൺവെർസേഷനിലെത്തി. ഇവരെ പഠിപ്പിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ആയിട്ട് തോന്നിയിട്ടില്ല. വളരെ ഈസിയാണ്. അതുപോലെ എല്ലാത്തിനും റെഡിയാണ്. ഞങ്ങൾ പഠിക്കുന്നുള്ള റെഡി ആയി വരുമ്പോൾ നമുക്ക് പഠിപ്പിക്കാതിരിക്കാൻ എന്തോ ഒരു വഴിയില്ല. നമുക്ക് സുഖമായിട്ട് പഠിപ്പിക്കാമല്ലോ. മാവൂർ പഞ്ചായത്തിനെ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷര പഞ്ചായത്താക്കാനുള്ള പഠനം 3 ഘട്ടങ്ങളിലായാണ്. ഇംഗ്ലീഷ് എഴുതാൻ പഠിപ്പിക്കുക, വായിക്കാൻ പഠിപ്പിക്കുക, പറയാൻ പഠിപ്പിക്കുക. ഇതിൽ ആദ്യ 2 ഘട്ടം ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്കും 3ാമത്തേത് ഇംഗ്ലീഷ് ഏറെക്കുറെ അറിയുന്നവർക്കുമുള്ളതാണ്. 50 മണിക്കൂറാണ് ക്ലാസ്. ഇതിനെക്കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററസിയാണ്. അതായത് എഴുതാൻ വായിക്കലും പിന്നെ അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്ക് സംസാരിക്കാനും. കാരണം എത്ര PG വരെ ലെവലിൽ പഠിച്ച ആളാണ് പറഞ്ഞിട്ട് കാര്യം ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയില്ല. ബിക്കോസ് നമ്മളെ ഉള്ളിലുള്ള പേടിയാണ് നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ആ പേടി മാറ്റിയിട്ട് അവരെ എങ്ങനെയാണോ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പേടി കൂടാതെ, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഇംഗ്ലീഷ് സാക്ഷരതാ പദ്ധതി നടപ്പാക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളടക്കം ഇംഗ്ലീഷ് മെസ്സേജുകളും ഒക്കെ വീട്ടിൽ സാധാരണ സ്ത്രീകൾക്കും മറ്റും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നത് ഫോണിലൂടെയാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ചെടുക്കാനും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താനും ഇംഗ്ലീഷ് മിനിമം വായിക്കാനും അറിയാനുമുള്ള ഒരവസരമാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത്. ഒക്ടോബറോടെ മാവൂരിനെ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളം രാജ്യത്തിന് നൽകുന്ന മറ്റൊരു നല്ല മാതൃക കൂടിയാകും അത്. പ്രിയപ്പെട്ടവരുടെ വിയോഗം എത്ര വലിയ വേദനയാണ്. ആരും സംസാരിക്കാനില്ലാത്ത, ആരുടെയും സാമീപ്യമില്ലാത്ത ഒരിടത്ത് അവരെ അടക്കം ചെയ്ത് മടങ്ങുന്നതും അതിലും വലിയ വേദനയാണ്. പക്ഷേ തൃശ്ശൂരിൽ ഉള്ളൊരു ശ്മശാനത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ നല്ല വാർത്തയിൽ കാണുന്നത്. ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. ഓർമ്മ കുടീരം എന്നൊക്കെ പറയാമെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കണ്ടുള്ള മടക്കം. കാടുമൂടിയ ശ്മശാനത്തിൽ ചുടലഭൂമിയുടെ പേടിപ്പെടുത്തുന്ന വന്യതയിൽ അവരെ തനിച്ചാക്കിയുള്ള തിരിച്ചുവരവ് ഇനി അവർ ഒപ്പമില്ലെന്ന തിരിച്ചറിവിനോളം തന്നെ ഹൃദയം തകർക്കുന്നതാണ്. മാറ്റമെന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാകും ഈ മതിൽക്കെട്ടിനകത്ത് കാലെടുത്ത് വയ്ക്കുമ്പോൾ. തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങൾ, വരിയും നിരയുമൊത്ത് വെച്ചുപിടിപ്പിച്ച പൂച്ചെടികൾ, നാളുകളുടെ പ്രതിനിധികളായി നക്ഷത്രവൃക്ഷങ്ങൾ, നിറഞ്ഞു പൂത്തു നിൽക്കുന്ന ചെടികളിൽ പാറിക്കളിക്കുന്ന പൂമ്പാറ്റകൾ, പേടിപ്പിക്കുന്ന നിശബ്ദതയെ പാടിത്തോൽപ്പിക്കുന്ന കിളികൾ, കാഴ്ചകിടക്കുന്ന ഫലവൃക്ഷങ്ങൾ, ഉദ്യാനം പോലെ ഒരു ഓർമ്മ കുടീരം. തൃശൂർ ജില്ലയിലെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക ശ്മശാനം. സമാധാനവും സന്തോഷവും നൽകാൻ കഴിയും വിധം ഈ ശ്മശാന ഭൂമിയെ മാറ്റിയെടുത്തത് ജീവനക്കാരനായ രമേശനാണ്. 2011 ലോകബാങ്കിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ശാന്തിതീരം എന്ന പേരിൽ ശ്മശാനം നിർമ്മിച്ചത്. പിന്നീട് ചുടലഭൂമിയുടെ പേടിപ്പിക്കുന്ന മുഖം മാറ്റാൻ നക്ഷത്രവൃക്ഷങ്ങൾ നട്ടു. എന്നാൽ കാടുമൂടിക്കിടന്ന ഭൂമിയെ ഇങ്ങനെ പുനർനിർമ്മിച്ചത് രമേശനാണ്. ഇവിടെ കടുപിടിച്ച് കിടക്കുകയായിരുന്നു. ഇത്രത്തോളം പുല്ല് ഈ ഒരു കട്ടയും കല്ലും ഒക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു 2 ആഴ്ച കാലം പല സമയത്തും വന്ന് ചെത്തിയും വെട്ടിയൊക്കെ കളഞ്ഞ് ആണ് ഒരുവിധം ആക്കിയെടുത്തത്. പിന്നെ നിരന്തരമായിട്ടുള്ളത് കൊണ്ട് അതങ്ങനെ നിലനിർത്തി പോകുന്നു.
ഒരുപാട് വിഷമമുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. ഇത് അവരുടെ മരണപ്പെട്ട ആളുകളുടെ കൂടെ വരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ ഒരു സന്തോഷം ആയണം എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. വേദനിക്കുന്ന മനുഷ്യന് പ്രകൃതിക്ക് മാത്രം നൽകാൻ കഴിയുന്ന ഒരു സാന്ത്വനമുണ്ട്. ഹൃദയത്തോട് ചേർന്ന് നിന്നവരെ ചുടലപ്പറമ്പിന്റെ വിജനതയിൽ ഉപേക്ഷിക്കുകയല്ല, പ്രകൃതിയുടെ മടിത്തട്ടിൽ മയങ്ങാൻ അനുവദിക്കുകയാണെന്ന ചിന്ത ആർക്കെങ്കിലും ഇത്തിരി ആശ്വാസം പകരുന്നുവെങ്കിൽ അത് രമേശന്റെയും ശാന്തിതീരത്തിന്റെയും വിജയമാണ്. കൂടുതൽ നല്ല വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. നഗരജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമുക്ക് നഷ്ടമാവുന്ന ചിലതുണ്ട്. പക്ഷികൾ, അവയുടെ കലപിലകൾ, അങ്ങനെ. പക്ഷേ ചെന്നൈ നഗരത്തിന്റെ തിരക്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന അപൂർവമായൊരു കാഴ്ചയുണ്ട്. ശേഖറും തത്തകളും തമ്മിലുള്ള സൗഹൃദ കാഴ്ച. നേരത്തെ തന്നെ ഹാജരുണ്ട് കക്ഷികൾ. ഇടയ്ക്കിടെ എത്തി നോക്കുന്നുണ്ട്. എന്താണാവോ കാണാത്തതെന്ന് പരസ്പരം ചോദിക്കുന്നുമുണ്ടാകാം. എന്തായാലും അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. നഗരത്തിലെ കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ പച്ചപിടിച്ച ഈ സൗഹൃദം ഒരു അപൂർവ കാഴ്ചയാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ശേഖർ തത്തകളെ വിരുന്നൂട്ടുന്നു. அந்த கிளி 2004 கிளி வர்றது ரெகுலராக காலையில் ஒரு வேளை, ஈவினிங் கிளைமேட்டுக்கு தக்க மாதிரி. இப்போ சம்மரில் 4:30, 4:45, 4 o'clock இப்படி டிஃப்ரெண்ட் டைமில் வரும். வின்டரில் மழை வந்ததுன்னா 2 மணிக்கு வந்துடும். மழை காலம் இல்லை அப்படின்னா கொஞ்சம் 4 മണിക്ക് വരുവാങ്ക. 2004 ചെന്നൈ നഗരത്തിൽ നാശം വിതച്ച സുനാമിക്ക് ശേഷമാണ് ഇത്രയും തത്തകൾ ഒന്നിച്ച് റോയ്പേട്ടയിലേക്ക് എത്തിത്തുടങ്ങിയത്. ശേഖറിന്റെയും തത്തകളുടെയും ഈ സൗഹൃദ കാഴ്ചകൾ കാണാൻ നിരവധി പേർ ദിവസവും ഇവിടേക്ക് എത്തുന്നു. ஒரு 25 வருஷமாக இந்த இது செய்கிறோம். அதாவது இந்த கிளிகளுக்கு 25 வருஷமாக நாங்கள் தீனி வச்சுட்டு செஞ்சுட்டு இருக்கோம். ஆனால் அது இந்த கிளிகள் வருது, சுனாமியிலிருந்து தான் அந்த கிளி வருது. அதாவது 2004 தான் கிளி வருது. ബേർഡ്മാൻ എന്നാണ് ആളുകൾ ശേഖറിനെ വിളിക്കുന്നത്. ദിവസവും 100 കണക്കിന് രൂപ ചെലവിട്ട് എന്തിനാണ് തത്തകളെ സേവിക്കുന്നതെന്ന് ചോദിച്ചാൽ ശേഖറിന് ഉറച്ച മറുപടിയുണ്ട്. இது எதனால் ஆரம்பிச்சது இல்லைம்மா, இதெல்லாம் அன்பு சார்ந்த வாழ்க்கை. இதெல்லாம் ஒரு அன்பை நாம் விரும்புகிறோம் அப்படின்னா ஒரு அன்பு தான் காரணம். இதெல்லாம் எதுவும் நம்ம ஒரு மோட்டிவாக எதையும் நம்ம செய்கிறதில்ல. ஏன்னா உலகமே ஒரு அன்பு சார்ந்த உலகமாக இருந்தால் எந்த விதமான பிரச்சனையும் இருக்காது. அதே மாதிரி தான் உயிர்கள் ரொம்ப முக்கியமானது. இந்த பறவைகள்லாம் இந்த நாட்டுக்கும் இந்த உலகத்துக்கு பறவைகள் ரொம்ப முக்கியமானது. റോയ്പേട്ടയിലെ വാടക വീട്ടിലിരുന്നാണ് ശേഖർ ഈ സഹജീവി സ്നേഹം കാണിക്കുന്നത്. കെട്ടിടം ഒഴിഞ്ഞു പോകാൻ ഉടമ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. കഴിയുന്നിടത്തോളം കാലം ഈ കിളികൾക്ക് കൂട്ടായി നിൽക്കണമെന്നാണ് ശേഖറിന്റെ ആഗ്രഹം, അയാളെ അറിയുന്നവരുടെയും. നല്ല വാർത്തയിൽ ഇനിയൊരിടവേള. നാട്ടിൻപുറത്തൊക്കെ കൂട്ടുകൂടി നടക്കുന്ന പയ്യന്മാരെക്കുറിച്ച് നമുക്കെപ്പോഴും പരാതിയാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നാടിനൊരാവശ്യം വരുമ്പോൾ ഓടിയെത്താൻ അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആലപ്പുഴക്കാർ അങ്ങനെ ഒരു തിരിച്ചറിവിലാണ്. നാട്ടിൻപുറത്തെ സ്കൂളുകൾക്ക് തലമുറകളുടെ കഥ പറയാനുണ്ടാകും. ആ നാടിൻ്റെ പ്രകൃതിയും സ്വഭാവവും സംസ്കാരവുമെല്ലാം സ്കൂളിനോട് ഇണങ്ങിയും പരുവപ്പെട്ടും പരിവർത്തനപ്പെട്ടുമൊക്കെ കിടക്കുന്നതാകും. ബുധനൂരിലെ പെരിങ്ങരിപ്പുറം സർക്കാർ UP സ്കൂളും അങ്ങനെയാണ്.
എല്ലാ സർക്കാർ സ്കൂളും എന്നതുപോലെ കുട്ടികളെത്താത്ത പ്രശ്നം പെരിങ്ങിലിപ്പുറം സ്കൂളും നേരിട്ടിരുന്നു. പക്ഷേ അത് കണ്ടു നിൽക്കാനും സ്കൂളിന്റെ തകർച്ചയ്ക്ക് മൂകസാക്ഷികളാകാനും നാട്ടുകാർ, പ്രത്യേകിച്ച് യുവാക്കൾ തയ്യാറായിരുന്നില്ല. പെരിങ്ങിലിപ്പുറം പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്കൂളാണിത്. ഒരു ഗ്രാമപ്രദേശത്ത് ഒരു സ്കൂളിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കൂള് നഷ്ടപ്പെടുത്താൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ ഒരു സ്കൂൾ ഉണ്ടായി വരാനോ അല്ലെങ്കിൽ അതിനെ നിലനിർത്താനോ ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നാടിന്റെ അറിവിന്റെ വിളക്കായ പ്രിയ വിദ്യാലയത്തിന്റെ നിലനിൽപ്പിനായി ഒരേ മനസ്സോടെയാണ് യുവാക്കൾ മുന്നിട്ടിറങ്ങിയത്. പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ അംഗങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയത്. 3 വർഷം മുൻപ് സ്കൂളിന് പൂന്തോട്ടം നിർമ്മിച്ചു നൽകിയതിന് തുടർച്ചയായി ഇത്തവണ സ്കൂളിന്റെ പുറംമതിലുകൾ ചായം പൂശി ആകർഷകമാക്കുവാനും ചിത്രങ്ങൾ വരയ്ക്കുവാനും തീരുമാനിച്ചു. മാസങ്ങളായുള്ള പ്രയത്നമാണ് ബാല്യത്തിന്റെ നിറക്കൂട്ടുകൾ പോലെ കുട്ടികളെ മാടി വിളിച്ചു നിൽക്കുന്നത്. പ്രപഞ്ചം ക്ലബിന് ഈ സ്കൂളിന് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ആലോചന ഞങ്ങൾ കമ്മിറ്റി വെച്ചതിന് ശേഷം ഈ കമ്മിറ്റിയിൽ വന്ന ഒരു ആശയമാണ് ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ആദ്യമായിട്ട് നമ്മളിതിൻ്റെ മതിൽ പെയിൻ്റ് അടിച്ച് അതിൽ കുട്ടികൾക്ക് ബോധവൽക്കരണം എന്നുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ, കുറേ തോട്ട്സ് ഇതൊക്കെ ഉൾപ്പെടുത്തി വളരെ ഭംഗിയാക്കുക, സ്കൂളിനെ ആകർഷകമാക്കുന്ന രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ മതിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കടമ്പ ഞങ്ങളിപ്പം ചെയ്തിരിക്കുകയാണ്. നാട് ഒരുമിച്ചു നിന്നപ്പോൾ കുട്ടികളുടെ എണ്ണത്തിനും വർധനയുണ്ടായി. നാട്ടുകാരുടെ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം നിന്നു. പെരിങ്ങിലിപ്പുറത്തിന്റെ മാതൃകാപരമായ ചുവടുവയ്പ് സംസ്ഥാനത്തിനാകെ മാതൃകയാക്കാവുന്നതാണ്. രാത്രിയും പകലും ചേർന്നതാണ് ഒരു ദിവസം. സന്തോഷങ്ങളും സങ്കടങ്ങളും ചേർന്നതാണ് നമ്മുടെ ജീവിതം. നിഴലും നിലാവും ചേർന്നതാണ് സൗന്ദര്യം. നല്ല വാർത്തയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള നല്ല വാർത്തകൾ ഞങ്ങളെ അറിയിക്കണം. നല്ല വാർത്ത @mbnews.in എന്ന വിലാസത്തിൽ. നമസ്കാരം.